അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട മക്കളെ, 6ാം ക്ലാസ്സിലെ തസ്കിയയിലെ 5ാമത്തെ പാഠം ലഹുമുദ് ദുനിയ വലനൽ ആഖിറ എന്ന പാഠത്തിൻ്റെ തദ്രീബാത്ത് ഖുറാസ കേട്ടോ. ഖുറാസയുടെ തദ്രീബാത്ത്. നുകവ്വിനുൽ ജുമല ബിസ്തിബ്ദാലിൽ കലിമാത്തില്ലത്തി തഹ്തഹാ ഖത്തുൻ. അടിവരയിട്ട പദങ്ങൾ മാറ്റി വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. അവിടെ ജഅല ഉമറു യബ്കി വജഅലത്ത് ഐനാഹു തദ്രിഫാൻ. അവിടെ ജഅല ഉമറു എന്നുള്ള ഉമർ മാറ്റിയിട്ട് നമ്മളെന്താക്കി, ഒന്നിൽ അസ്സുദ്ദീഖു എന്ന് കൊടുത്തു, ഒന്നിൽ ഉസ്മാൻ എന്ന് കൊടുത്തു, ഒന്നിൽ അലി എന്ന് കൊടുത്തു. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടതൊക്കെ ജഅലന്റെ ഫായിലാണ്. പിന്നെ ശേഷം വന്ന യബ്കി, പിന്നെ വജഅലത്ത് ഐനാഹു തദ്രിഫാനി, ഐനാഹു തദ്രിഫാഹു, ഐനാനി തദ്രിഫാനി കേട്ടോ. അത് മുസന്ന ആയതുകൊണ്ട് അതിൻ്റെ ഫെയിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, അലിഫും കൊണ്ടാണ് എന്ത് അലിഫും നൂനും വന്നു കേട്ടോ. അംസലത്തുൽ ഖംസ എന്നൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതങ്ങനെ നിങ്ങൾ അതേപോലെ ഇതുണ്ടാക്കുക ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഒറ്റ പേരൊക്കെ ആക്കാനുള്ളൂ. അപ്പോൾ ഒരു ഉദാഹരണം എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറവ് വായിക്കാനാണ്. മാളി മുളാരി മസ്തർ. അസ്അജ യുസ്ഇജു ഇസ്ആജ്, അഹ്സന യഹ്സിനു ഇഹ്സാന്, അബ്ക യുബ്കി ഇബ്കാഉൻ, ദറഫ യദ്രിഫു ദർഫുൻ, വസ്അ യുവസ്സിഉ തൗസിഉ എന്നുണ്ട്, വസ്അ യുവസ്സിഉ തൗസിഅത്തുൻ എന്നുണ്ട്. പിന്നെ ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു ഇസ്തിഗ്ഫാറുൻ, തവസ്സദ യതവസ്സദു തവസ്സുദുൻ. അർത്ഥമൊക്കെ നമ്മളായി പാഠത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ മാളി മുളാരി മസ്തർ. ഇനി നക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണ്. ഇവിടെ കുറച്ച് പദങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ അർത്ഥം എഴുതുക. മൻളറുൻ കാഴ്ച, വിസാദ തലയണ, സഹാദ ഐഹിക വിരക്തി, ബദാദ ഇവിടെ ബദാദ ലാളിത്യം. പിന്നെ ഹസീർ പായ, ലീഫുൻ ഈത്തപ്പനനാര്, അധമുൻ തോല്, മൻസൂജുൻ മെനഞ്ഞുണ്ടാക്കിയ, ഷഈറുൻ ബാർലി, ഖനാഅ ഉള്ളതിൽ തൃപ്തിപ്പെടൽ, ഫിറാഷ് വിരിപ്പ്, ഉഹുബുൻ ഊറക്കിടാത്ത തോല് സാധാരണ തോല്. നക്തശിഫുൽ ഇജാബാത്ത് ഉത്തരം കണ്ടെത്താനാണ്. റഅ ഉമറു റളിയല്ലാഹു അൻഹു മൻളറൻ അസ്അജഹു വഅഹ്സനഹു മാ ഹാദൽ മൻളർ. ഇത് അറബിയിലാണ് ചോദ്യം. അപ്പോൾ അറബിയിൽ തന്നെ ഉത്തരം പറയാൻ വേണ്ടത്. പക്ഷെ നിങ്ങൾ 6ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ബാലാകണ്ടത് ഞാൻ മലയാളത്തിലാക്കിയിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് കാഴ്ചയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിഷമിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തത്? എന്താണത്? ഈത്തപ്പനയോല കൊണ്ട് നെയ്ത പരുക്കൻ പായയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നതും ഈത്തപ്പന നാരുകൾ നിറച്ച തോൽ തലയിണയിൽ ചാരിക്കിടക്കുന്നതുമായ കാഴ്ചയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അസ്വസ്ഥനാക്കിയത്. കാഴ്ചയാണ് ഉമർ. ഒരു സ്പേസ് നഷ്ടപ്പെട്ടു കേട്ടോ. 2. കൈഫ കാന ഹസീറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരുന്ന പായ എങ്ങനെയായിരുന്നു? ഈത്തപ്പനയോല കൊണ്ട് നെയ്ത വളരെ പരുക്കൻ പായയായിരുന്നു അത്. 3. കൈഫ കാനത്ത് വിസാദത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന തലയിണ എങ്ങനെയായിരുന്നു? ഈത്തപ്പന നാരുകൾ നിറച്ച തോൽ കൊണ്ടുള്ള ഒരു തലയണയായിരുന്നു. 4. മാദാ റഅ ഉമർ റളിയല്ലാഹു അൻഹു ഫീ ജംബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ വശത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് കണ്ടത്? പരുക്കൻ പായയിൽ കിടന്നതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ വശത്തെ പായയുടെ അടയാളങ്ങൾ പതിഞ്ഞത്, അതാണ് കണ്ടത്. അടുത്തത് മാദാ റഅ ഉമർ റളിയല്ലാഹു അൻഹു ഫീ ബൈത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഉമർ എന്താണ് കണ്ടത്? റളിയല്ലാഹു അൻഹു കണ്ടത്, ഇവിടെയൊക്കെ സ്പേസ് പോയിക്കുന്നത്, ഇവിടെയൊക്കെ പോയിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഞാൻ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റേ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുമ്പോഴേ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുക. ഇത് കുറേ കടയിൽ നിന്ന് റെഡിയാക്കും, കുറേ വീട്ടിൽ നിന്ന് റെഡിയാക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് അയച്ചു നോക്കുക. ഉത്തരം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കണ്ടത് കുറച്ച് ബാർലിയും ഷഈർ, തലക്കൽ തൂക്കിയിട്ടിരുന്ന 3 തോൽ സഞ്ചികൾ, വെള്ളം വെക്കണേ, കാലിനടുത്തായി വെച്ചിരുന്ന കുറച്ച് തുകൽ പാത്രങ്ങളുമല്ലാതെ മറ്റൊന്നും അദ്ദേഹം കണ്ടില്ല. ഇവിടൊക്കെ സ്പേസ് വയ്ക്കണേ. ലം യറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാലി ഉമറ മാദാ കാന മഖാലുഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തനായിരുന്നില്ല. എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? പേർഷ്യക്കാരും റോമൻകാരും ഭൗതിക സുഖ സൗകര്യങ്ങൾ ജീവിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് തൻ്റെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. മനസ്സിലായില്ലേ? കുറച്ച് സ്പേസിന് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഉത്തർജിമുൽ അറബിയാക്കാനാണ്. മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. പുസ്തകത്തിൽ മലയാളത്തിലാണ് ഉണ്ടാവുക, നിങ്ങൾ എന്ത് ചെയ്യണോ? അത് അറബിയിൽ പറയണം. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാണ്ട് ഫസ്റ്റ് ഉസ്താദ്മാർ പറഞ്ഞ് നോക്കില്ല, കിട്ടാത്തതാണ് നമ്മൾ സഹായം തേടേണ്ടത്. ഈ ഒരു കോപ്പി അടിക്കാതെ ഒന്നും ഇല്ലാതെ തിരിയാത്തവരായിട്ട് മാറും. കുറച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ധ്വനം വേണം. റാഷിദ് ചുറ്റും നോക്കി, അതങ്ങനെ അറബി പറയാ. എന്താ നോക്കി എന്ന് അറബി എന്താ? ഞാൻ ഫായില് ഫെയില് പിന്നെ ഫായില് റാഷിദുൻ, ഈ ചുറ്റും. അത് നമ്മൾ പുസ്തകത്തിലുണ്ട് ഹവാലൈ കേട്ടോ. അപ്പൊ റാഷിദ് ചുറ്റും നോക്കി. സുമയ്യ നീ എന്തിനാണ് കരയുന്നത്? സുമയ്യ നീ എന്തിനാ കരയുന്നത്? അല്ല സുമയ്യ വിളിക്കില്ല, സുമയ്യ, യാ സുമയ്യ എന്തിനാണ്? ലിമാദ എന്തിനാണ്? തബിക്കീന നീ കരയുന്നത്. ബക്ക യബിക്കി യബിക്കിയാനി യബിക്കീന തബിക്കിയാനി ബക്ക യബിക്കിയാനി യബുക്കൂന തബിക്കിയാനി യബിക്കീന തബിക്കിയാനി തബിക്കീന അല്ലോ തബിക്കീന ലിമാദ തബിക്കീന. പിന്നെ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഭക്തിയുള്ള ആളായിരുന്നു. ജനങ്ങളിൽ ഒരു ബൈക്കല്ലേ ആയിക്കോട്ടെ. ഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹദൻ നാസി ബിദുനിയാ കേട്ടോ. ഇനി അടുത്തത്, ഉമർ ആഡംബരങ്ങൾ ഇല്ലാതെ ലളിത ജീവിതം നയിച്ചു. ആഷ ഉമറു ഫി ഗായത്തിൽ ബിസാത്തത്തി വ നിഹായത്തിൽ ബദാദത്തി. അത് നമ്മുടെ പുസ്തകത്തിലുണ്ട്. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടോ, അത് അങ്ങനെ തന്നെ കൂട്ടി എഴുതിയാൽ മതി. തന്നെ നബി ലോക രക്ഷിതാവിന്റെ ഹബീബാൻ. അന്നബിയു ഹുവ ഹബീബു റബ്ബിൽ ആലമീൻ. അതല്ല സുഖം കേട്ടോ, സ്വന്തം ഉണ്ടാക്കി പഠിക്കട്ടോ, കിട്ടാത്ത മാത്രം നോക്കുക. ലഘുലേഖനം ഉണ്ടാക്കാനാണ്. نعيد مقالة وجيزة في لغتنا عن قصة بكاء عمر رضي الله عنه حينما رأى منظر التجاء النبي في بيته. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞതിനെക്കുറിച്ച് നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ ഒരു ലഘുലേഖനം തയ്യാറാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിൽ അതികഠിനമായ ദാരിദ്ര്യത്തിൽ കഴിയുന്നത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു വികാരിതനായി. ഈത്തപ്പന യോല കൊണ്ട് നെയ്ത പരുക്കൻ പായയിൽ കിടക്കുമ്പോൾ പ്രവാചകന്റെ ശരീരത്തിൽ ആ പായയുടെ അടയാളങ്ങൾ പതിഞ്ഞിരുന്നു. ലോകത്തിൻ്റെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ലളിതമായ ജീവിതം നയിക്കുന്നതും അവിടുത്തെ വീട്ടിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വിഭവങ്ങൾ ഇല്ലാത്തതും കണ്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ
കണ്ണുകൾ നിറഞ്ഞൊഴുകി. റോമിലും പേർഷ്യയിലും രാജാക്കന്മാർ സുഖലോലുപരായി ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇത്രയും പ്രയാസപ്പെട്ടത് അദ്ദേഹത്തെ അഗാധമായി ദുഃഖിപ്പിച്ചു. എന്നാൽ ഈ ലോകത്തേക്കാൾ പാരത്രിക ലോകമാണ് ഉത്തമമെന്നും അതാണ് തങ്ങളുടെ സമ്പാദ്യമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിപ്പിച്ചു. ലളിത ജീവിതത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉദാത്തമായ മാതൃകയായിരുന്നു പ്രവാചകന്റെ ജീവിതം എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. പെട്ടെന്ന് വായിച്ചതാ കേട്ടോ, നമുക്ക് കോപ്പി നോക്കി എഴുതാനല്ല എത്രയൊക്കെ പറ്റും. ഇൻഷാ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമായ മാലികുൽ മുലൂക്കായ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഉസ്താദുമാർക്ക്, മശായിഖുമാർക്ക്, ഞങ്ങളെ ഇഷ്ടപ്പെട്ടവർക്ക് റബ്ബേ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്, രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. റബ്ബേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാരുടെ ഖബർ കണ്ണെത്താ ദൂരം വിശാലായി കൊടുക്കണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. സ്വർഗീയ പരിമളമുള്ള ഖബറുകളാക്കണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.